സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കാതിരുന്നാൽ ബ്രാക്കറ്റിൽ ചില സാഹചര്യങ്ങളിൽ ദോഷം വല്ലതും ഉണ്ടാകുമോ? ചില സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു ദീപം വയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം നമ്മുടെ അഭാവം കൊണ്ടോ മറ്റോ സംഭവിച്ചാൽ ദോഷം ഉണ്ടാകുമോ? ഒരു ദോഷം ഉണ്ടാവില്ല. പക്ഷേ അതൊരു ഒഴിവുകഴിവായി കണക്കാക്കി, അങ്ങനെ ഉണ്ടല്ലോ, ദീപം ജ്വലിപ്പിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് കണക്കാക്കുന്നിടത്തേക്ക് എത്തരുത്. ഇതൊക്കെ ആപദ്ധർമ്മങ്ങളിലാണ് പറയേണ്ടത്. സാമാന്യധർമ്മത്തിൽ ഇരുസന്ധ്യകളിലും ദീപം ജ്വലിപ്പിക്കണം. ആപദ്ധർമ്മങ്ങളിൽ എന്ത് ചെയ്യാനാ? ജ്വലിപ്പിക്കാൻ പറ്റിയിട്ടില്ല വെച്ചാൽ. അങ്ങനെയുള്ളവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സന്ധ്യാനേരമൊക്കെ കഴിഞ്ഞു, രാത്രിയാണോ എത്തുന്നത്, ഒരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അത് ചെയ്യാം. വിശേഷ ദിവസങ്ങളിൽ രാവിലെ വിളക്ക് കത്തിച്ചാൽ വൈകുന്നേരം വരെ കത്തിക്കും, അണയ്ക്കാറില്ല. അതിന് വല്ല ദോഷം ഉണ്ടാകുമോ? കുറച്ച് എണ്ണ തീരുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെന്ത് ദോഷമുള്ളൂ? പിന്നെ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ചുറ്റുപാട് തീ പടർന്ന് പിടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവരുത്. പിന്നെ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വിളക്ക് കേടുവരുന്ന രീതിയിൽ പടുതിരി കത്താൻ പാടില്ല. എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ദിവസവും വീട്ടിലെ ഫോട്ടോയിൽ മാല ചാർത്താറുണ്ട്. അത് നിങ്ങളെ ഇഷ്ടം. ചില സാഹചര്യങ്ങളിൽ ചാർത്താൻ പറ്റില്ലെങ്കിൽ വല്ല ദോഷം ഉണ്ടാവും? ഒരു ദോഷം ഉണ്ടാവില്ല. അതൊക്കെ ആപദ്ധർമ്മത്തിൽ പെട്ടതാണ്. അതെല്ലാം ആപദ്ധർമ്മത്തിൽ പെട്ടതാണ്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ധാർമ്മിക ആചരണങ്ങളിൽ, ഉപാസനകളിൽ അല്പമാണെങ്കിൽ അല്പം ചെയ്താൽ തന്നെ നല്ലതാ. ഇവിടെ അഭിക്രമനാശം ഇല്ല, ഇവിടെ പ്രത്യവായം ഇല്ല. ഓർമ്മിക്കുക. എന്താ ഈ അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ? അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ പിന്നിൽ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് മുന്നിൽ ചെയ്തതേ നഷ്ടപ്പെടുന്നതാണ് അഭിക്രമനാശം. ഉദാഹരണം, കൃഷി ഇറക്കുമ്പോൾ നമ്മൾ ഭൂമിയൊക്കെ വളരെ നന്നായി പാകപ്പെടുത്തി തയ്യാറാക്കി, വെള്ളം ഒക്കെ വേണ്ടതുപോലെയായി, വിത്ത് വിതച്ചു, നല്ലപോലെ മുളച്ചു വന്നു. പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല എന്ന് വെച്ചോളൂ. എന്താ ഉണ്ടാവുക? പിന്നെ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് മുന്നേ ചെയ്തതും നഷ്ടമായി പോകും. അതിന് പറയുന്ന പേരാണ് അഭിക്രമനാശം. സാധനയിൽ അതില്ല, ചെയ്ത് അത്രേ ഉണ്ടാവും. മുടങ്ങിയാൽ അഭിക്രമനാശമൊന്നും ഉണ്ടാവില്ല. 2, പ്രത്യവായോന വിദ്യതേ. പ്രത്യവായം വെച്ചാൽ പാപമാണ്. പാപം ഉണ്ടാവില്ല. പാപത്തിന് ഉദാഹരണം ഈ ചികിത്സ. ഉദാഹരണം, ഒരു രോഗം വന്നു എന്ന് വിചാരിച്ചോളൂ. ഒരു രോഗം വന്നു, വൈദ്യരെടുത്ത് പോയി. വൈദ്യർ ശരിക്കും പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഈ മരുന്ന് ഒരു 30 ദിവസം സേവിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മളൊരു 15 ദിവസം മരുന്ന് സേവിച്ചപ്പോഴത്തേക്ക് രോഗലക്ഷണമൊക്കെ മാറി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ മരുന്ന് കഴിക്കണ്ട, രോഗമൊക്കെ മാറിയില്ലേ. അപ്പോൾ വൈദ്യരെന്താ പറഞ്ഞേ? 30 ദിവസം കഴിക്കണം എന്നാ. നമ്മളെന്താ നിശ്ചയിച്ചു? 15 ദിവസം മതി നിശ്ചയിച്ചു. അതിൽ പാപമുണ്ട്. കാരണം രോഗലക്ഷണേ മാറിയിട്ടുള്ളൂ, രോഗം മാറിയിട്ടില്ല. രോഗം പൂർണ്ണമായി മാറണമെങ്കിൽ 30 ദിവസം വേണമെന്ന് കണക്കാക്കിയിട്ടാണ് അദ്ദേഹം മരുന്ന് നിർദ്ദേശിച്ചത്. ഇത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് കോഴ്സൊക്കെ വളരെ പ്രധാനമാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ കഴിക്കണം. ഇല്ല വെച്ചാൽ പ്രത്യവായം ഉണ്ടാവും. പിന്നെ ആ രോഗത്തിന് ആ മരുന്ന് കഴിച്ചാൽ മതിയാവില്ല, അതിൻ്റെ ഇരട്ടി ശക്തിയുള്ളത് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ എന്നാലും മാറില്ല. ഇതാണ് പ്രത്യവായം. ഇത് സാധനയിലില്ല. അപ്പോൾ ഇവിടുന്ന് ഒരാൾ കാശിക്ക് പുറപ്പെട്ടു എന്ന് ചുട്ടു, നടന്നിട്ടാട്ടുക. ഇവിടുന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് നടന്നിട്ടാണ് കാശിക്ക് പുറപ്പെടുക എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഒന്ന് നടന്ന് ഏകദേശം എവിടെ എത്തണം? ഒറ്റപ്പാലം എത്തിക്കൂടെ? ഇല്ലേ? എത്താൻ പറ്റില്ലേ? ഇല്ല. ഇന്നിപ്പം നടന്നാൽ ഒറ്റപ്പാലത്ത് എത്തില്ല. നാളെ രാവിലെ നടന്നു വെച്ചാൽ ഒറ്റപ്പാലം എത്തുന്നതായിരിക്കുക. ഒരു ഉദാഹരണത്തിന്, കഷ്ടകാലത്തിന് അവിടെ എത്തിയപ്പോൾ ഒരു പനിയോ തലവേദനയായിട്ടോ വന്നു, ജലദോഷം വന്നു, നിന്നു എന്ന് വിചാരിക്കുക.
അവിടെ താമസിച്ചു. ഇനിയിപ്പോൾ വീണ്ടും മറ്റന്നാൾ ഇവിടെ വന്ന് തുടങ്ങണോ? എന്തായാലും നടന്നു പോവല്ലേ, മറ്റന്നാൾ അവിടെ അങ്ങോട്ട് പോയാൽ പോരെ, പിന്നെ വീണ്ടും തുടങ്ങിയെടുത്ത് വരണോ? ഇതുപോലെ സാധനാ ജീവിതത്തിൽ എവിടെ വീഴ്ച വന്നാലും അതുകൊണ്ട് പാപമൊന്നും ഉണ്ടാവാൻ പോണില്ല. അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ചെയ്താൽ മതി. പക്ഷെ ഇത് ഒരു ഒഴിവ് കഴിവായി കൂട്ടിയിട്ട് മുടക്കങ്ങൾ വരുത്താൻ കാരണമാക്കരുത് എന്ന് പ്രത്യേകം പറയും.